ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറില്ലേ, അതായത് നീരിറക്കം നീർക്കെട്ടുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ, തലനീരിറങ്ങിയിട്ടോ അതല്ലെങ്കിൽ രക്തവാത സംബന്ധമായോ സന്ധികളിലൊക്കെ നീരും വേദനയുള്ള രോഗാവസ്ഥകൾ, തുടർച്ചയായിട്ട് തുമ്മല്, ജലദോഷം, ഡസ്റ്റ് അലർജി, സ്നീസിംഗ്, നേസൽ പോളിപ്പ്, ആസ്മ, ഇത്തരം രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ പുറത്തിറങ്ങി വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ശിരസിൽ എണ്ണ ഇട്ട് കുളിക്കുന്ന ശീലം വേണ്ട. കാരണം ഇത് ഈ നീർക്കെട്ട് വർദ്ധിപ്പിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കുന്നു. ഇത്തരക്കാർ പൊതുവെ തലകുളി കുറയ്ക്കുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് ശിരസിനെ ആശ്രയിച്ച് ഇത്തരം രോഗാവസ്ഥകൾ ഉള്ളവരാണെങ്കിൽ, അതായത് പീനസം, റൈനൈറ്റിസ്, റണ്ണിംഗ് നോസ്, തുമ്മല്, ജലദോഷം, ആസ്മ, തലവേദന, മൈഗ്രെയിൻ, ഇത്തരം പ്രശ്നങ്ങൾ, ചെവി മൂളല്, നേത്രത്തെ ആശ്രയിച്ച്, തൊണ്ടയെ ആശ്രയിച്ചൊക്കെ രോഗാവസ്ഥകൾ കൂടെ വരുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഇവര് പുറത്ത് ജോലി ചെയ്യുന്നവരും കൂടിയാണെങ്കിൽ രാവിലെ തന്നെ എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. ഇത്തരക്കാര് തലകുളി കുറയ്ക്കുന്നതോ ഒഴിവാക്കുന്നതോ തീർച്ചയായിട്ടും നല്ലതാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം വെയിലാറിയിട്ട് ഒരു 5 മണി 6 മണി ആ സമയത്ത് തല കുളിക്കുന്നതായിരിക്കും നല്ലത്. അതും നിത്യേന തലകുളി വേണ്ട. ശിരസിനെ ആശ്രയിച്ച് രോഗാവസ്ഥകൾ ഉള്ളവരാണെങ്കിൽ അശിരസ്നാനം, ഇത് ശുശ്രൂഷ സംഹിതയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് തലകുളി ഒഴിവാക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമോ രോഗാവസ്ഥ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് 4 ദിവസത്തിൽ ഒരിക്കലോ തല കുളിക്കാം. മറ്റു ദിവസങ്ങളിൽ തോർത്തുമുണ്ട് മുക്കി പിഴിഞ്ഞ് തുടയ്ക്കുക, ഇത് ശീലാക്കുക. അതുപോലെ നല്ല സൂര്യൻ ഉച്ചസ്ഥായിൽ നല്ല ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് ശിരസിൽ എണ്ണയിട്ട് കുളിക്കരുത്. വീട്ടിലിരിക്കുന്നവരായാലും ഇങ്ങനെ ചെയ്യരുത്. അതുപോലെ രാത്രി ഇരുട്ടിയതിനു ശേഷവും തലയ്ക്ക് എണ്ണ വെച്ച് കുളിക്കുന്നത് ശീലാക്കരുത്. കുളിക്കാനായിട്ട് പുറത്തൊന്നും പോകുന്നില്ല, മറ്റു രോഗാവസ്ഥകളൊന്നുമില്ല, വീട്ടിൽ വിശ്രമിക്കുന്നവരാണെങ്കിൽ രാവിലെ വെയിൽ ചൂട് പിടിക്കുന്നതിന് മുൻപ് ഒരു 8 മണിക്ക് മുൻപ്, 8, 8:30, 9 മണിക്ക് മുൻപ് തലകുളി കഴിഞ്ഞിരിക്കണം. പക്ഷെ പിന്നീട് അവർ പുറത്തിറങ്ങി വെയിൽ കൊള്ളാൻ സാഹചര്യം ഉണ്ടാവരുത്. ഇനി അതല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം വെയിലാറിയതിനു ശേഷം ഇരുട്ട് വീഴുന്നതിന് മുൻപുള്ള സമയം. ഇതായിരിക്കും ഇവർക്ക് തല കുളിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്.